ഈ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രികളെ എത്തിയിലെ അടുത്തുള്ള ചെയ്ത് ഒരേ ഭാവിയുടെ വരാൻ അതുകൂടി ശരി. നമ്മൾ നാളുകളുടെ അടിസ്ഥാനത്തിൽ ജന്മനാളുകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ജനിച്ച രാഷ്ട്രീയത ജന്മരാഷ്ട്രീയത ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ആളുകളെ പല കാറ്റഗറികൾ തിരിക്കാം. ഉദാഹരണത്തിന് അച്ഛനും നഷ്ടപ്പെട്ടു ജനിക്കാം, ഗോകുലിൽ നഷ്ടപ്പെട്ടു ജനിക്കാം, നഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനുഷ്യരെ 27 കാറ്റഗറികളായിട്ട് അതുപോലെ നമ്മൾ കൂടുതൽ അപേക്ഷിച്ചുള്ള രാശികളാണ് ജന്മരാശി അനുസരിച്ചാണ് നമ്മൾ ഇടവരാശിക്കാരാണ് അന്യരാശിക്കാരാണ് ലിബ്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല ഗോഡിയാക് സൈൻ ഇതിന്റെ അടിസ്ഥാനത്തിൽ ആൾക്കാരെ തിരിക്കാം. ഈ സൂര്യരാശികൾ 12 അതായത് ഒന്നുകിൽ മനുഷ്യരെ 12 കാറ്റഗറി ആയിട്ട് തിരിക്കാറുണ്ട്, അല്ലെങ്കിൽ ഈ 27 കാറ്റഗറി ജന്മനക്ഷത്രത്തിന്റെ അടിസ്ഥാനത്തിൽ 27 കാറ്റഗറി എങ്ങനെ ആയാലും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം ഈ ഭൂമിയിൽ നിന്ന് 800 കോടി മനുഷ്യർ, ഈ 800 കോടി മനുഷ്യർ ഇതിൽ ഏതെങ്കിലും ഒരു നക്ഷത്രത്തിലായിരുന്നു അല്ലെങ്കിൽ 827 എത്ര കോടി വരുന്ന ഒരു പ്രത്യേക രാശിയാണെന്ന് നോക്കുന്നത് ഏഴ് അല്ലെങ്കിൽ ടോറസ് എന്നിങ്ങനെയുള്ള ഒരു പ്രത്യേക രാശിയിൽ ജനിച്ച ആളുകൾ എത്ര പേരുണ്ടാവും? 12 രാശിയുണ്ട്, 800 കോടി മനുഷ്യർ, 800 10 രാശികളെ ഒഴിവാക്കിയെങ്കിൽ അവിടെ വരേണ്ടത് 80 കോടി മനുഷ്യരാണ്. നിങ്ങൾ 70 കോടിയാണെന്ന് പ്രത്യേക രാശിയിൽ ജനിച്ച് 70 കോടി മനുഷ്യർ. അപ്പോൾ ഏതെങ്കിലും ഒരു മാസത്തിൽ വേറെ രാശിക്കാരന്റെ ഫലം എന്ന് പറയുന്നത് 20-25 കോടി മനുഷ്യർക്ക് പൂർണ്ണമായിട്ട് ഫലം പറയാൻ സിമ്പിളാണ്. ഒരേ രാശിക്കാരായിട്ടുള്ള മനുഷ്യർ അവർ ഓരോരുത്തരും ഏതൊക്കെ മേഖലയിലാണ് അവരുടെ പ്രായോഗിക തെളിയിക്കുന്നത് എന്ന് ജനിച്ച രാശി നിങ്ങളുടെ ഭാവിയെ പറ്റി സൂചകമായി ഏതാണ്ട് ഒരേ ഭാവി ഏതാണ്ട് ഒരേ കഴിവുള്ള ആളായതാണ്. രണ്ടാമത്തെ ടോറസ് രാശിക്കാരൻ ഡ്വെയ്ൻ ജോൺസൺ എന്ന് പറയുന്ന റോക്ക് സിനിമകൾ എലിസബത്ത് രാജ്ഞി, സച്ചിൻ ടെണ്ടുൽക്കർ, ഡേവിഡ് ബെക്കാം ഇവരെല്ലാം ടോറസ് രാശിക്കാരാണ്. ഇവരൊക്കെ ഏതൊക്കെ നിലയിലാണ് പ്രശസ്തിയാകുന്നത് അല്ലെങ്കിൽ ഇവർ ഏതൊക്കെ മേഖലയാണ് വൈദഗ്ധ്യം സിമ്പിളാണ്. നമുക്ക് 12-27 പോയിന്റ് ജീവിക്കാവുന്ന സത്യമാണ്. ഇനി മറ്റൊരു എപ്പോഴാണ് ജാതകം നിങ്ങൾ എപ്പോഴാണ് ഗ്രഹനില കുറിക്കുന്നത്? ജനിച്ച സമയം എന്നാണ് പൊതുവെ പറയാറ്. ഏതാണ് ജനിച്ച സമയം? അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴാണ് നിങ്ങളാണ് നിങ്ങളുടെ അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നിമിഷം അവിടെ അത്ഭുതകരമായി സൃഷ്ടിക്കപ്പെട്ട ഒരു കുഞ്ഞാണ്. അതോ അതിന് മുമ്പ് ഒരു മുൻപ് എന്നൊരു വ്യക്തിത്വം ഒരു ഐഡന്റിറ്റി ഉണ്ടായിരുന്നു? കാരണം സങ്കലനം നടന്നു അവിടെ നിന്ന് ഏതാണ്ട് 9 മാസത്തെ ഒരു നീണ്ട പ്രക്രിയയാണ് നിങ്ങൾ എന്ന് പറയുന്ന ശിശു ജനിക്കുന്ന സമയത്ത് നിങ്ങൾ ജനിക്കുക എന്ന് പറയുന്നത് അമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഗർഭാശയം പുറത്തേക്ക് വരും. അതിനുശേഷവും നിങ്ങൾ വളർന്നുണ്ട്. നിങ്ങൾ ജനിക്കുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിൽ ആസ്തികതയാണ് വ്യത്യസ്തമാണ്. നിങ്ങളുടെ കാഴ്ച പുറത്തല്ല. നിങ്ങൾ ഒരുപാട് രീതിയിൽ നിങ്ങൾ അൽട്രീഷ്യൽ എന്ന് വിളിക്കുന്ന ഒരു ബയോളജിക്കൽ സ്പെഷ്യാലിറ്റി തന്നെയാണ്. ജനിക്കുമ്പോഴും നമ്മൾ നമ്മുടെ തലത്തിൽ 20% മാത്രമേ ഡെവലപ്പായിട്ട് കൊടുക്കുന്നത്. അപ്പൊ ശരിക്കും എവിടെയാണ് നിങ്ങളുടെ ഈ ഗ്രഹനില എപ്പോഴത്തെ ഗ്രഹനിലയാണ് പ്രസക്തമാണെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത്? അത് ദീർഘസങ്കലന സമയമാണ്. നിങ്ങൾ ജനിച്ച് നമ്മുടെ ഭാഷയിൽ പുറത്തേക്ക് വരുന്ന സമയം അത് തന്നെ ഒരുപാട് മനുഷ്യരുടെ സംരംഭം. ഇനി നിങ്ങളുടെ ഈ അമ്പലിക്കൽ കോഡ് എന്ന് പറഞ്ഞ ആ കോഡ് കട്ട് ചെയ്യുമ്പോൾ അമ്മയുടെ തരത്തിൽ വേർപെടുത്തുന്ന സമയത്താണ് അതിരിക്കട്ടെ. നിങ്ങൾ ജനിക്കുന്നത് വരെ ഈ ഗ്രഹങ്ങൾക്ക് അനുസരിക്കുന്നില്ല. അമ്മയുടെ ശരീരത്തിൽ ഇനി ഇല്ലായിരുന്നുണ്ടെങ്കിൽ ഈ ഘടാകരങ്ങളായിട്ടുള്ള ഗ്രഹങ്ങളെ എനിക്കുറിച്ച് പറയാൻ നിങ്ങളുടെ അമ്മയുടെ ശരീരം എന്ന് പറയുന്ന ഒരു ചെറിയ വസ്തു മതിയോ? കുറച്ച് ബ്ലഡ്, കുറച്ച് പശു, കുറച്ച് അസ്ഥികളൊക്കെ ചേർന്ന് ഒരു പോഷണമാക്കി അതിനകത്ത് ഷീൽ ചെയ്യാവുന്ന നിസ്സാരമാണ് ഈ പറയുന്ന ഘടാകരങ്ങളായ പുറപ്പെടുന്ന എന്ത് അത്ഭുതമാണ് ഈ ഗ്രഹങ്ങൾ. എന്ത് പ്രതിഭാസമാണ് പെട്ടെന്ന് ഈ ഗ്രഹങ്ങളെല്ലാം നിങ്ങളുടെ മുകളിലേക്ക് സ്വാധീനം ചെലുത്താൻ പോകാൻ എന്താണ് ആകാശ ലോകങ്ങൾ നിങ്ങളെ സ്വാധീനിക്കും എന്നത് ശരിയാണ് എന്ന് അക്ഷയതയെന്ന് അനുഭവിക്കുന്നു.
അത് അങ്ങനെ മുഖവിലേക്ക് എടുക്കാതെ തള്ളിക്കൊണ്ടത് ശരി അല്ലാത്ത പറഞ്ഞിട്ടുണ്ട് ഉണ്ട് ഇറാൻ നെപ്റ്റ്യൂൺ പ്ലൂട്ടോ സിറസ് ഈ വസ്തുക്കളൊക്കെ എവിടെയാണ് ഇറാൻ ഇതെല്ലാം സൗരയൂഥത്തിലെ ഭൂമിയേക്കാൾ വളരെ വളരെ വ്യത്യസ്തമാണ് ഈ ഗ്രഹങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് പ്ലൂട്ടോ പണ്ട് ഗ്രഹമായിരുന്നു പ്ലൂട്ടോ മോനെ ഗ്രഹമായിട്ട് കണക്കാക്കുന്നില്ല പക്ഷെ അപ്പോഴും വസ്തു നമ്മൾ വലിയ പേരെ മാറി അതിന്റെ സ്വാധീനത്തെക്കുറിച്ച് അസ്ട്രോയിഡ് വെച്ച് രക്ഷകർക്ക് വസ്തുക്കളെക്കുറിച്ച് നോക്കുന്നത് എന്തുകൊണ്ട് ക്രീപ്പർ വെച്ച് വസ്തുക്കൾ അവയ്ക്ക് എന്ത് വ്യത്യാസമാണ് നിങ്ങൾ ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ അത്ഭുതമൊന്നുമില്ല കാരണം ടെലിസ്കോപ്പിൽ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് ഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത് വികസിച്ച് വന്ന പഴയ ജ്യോതിഷത്തിൽ ഈ ഗ്രഹങ്ങളെക്കുറിച്ച് അറിയാത്തതുകൊണ്ട് ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ ഇന്ന് എന്തും ഈ ഗ്രഹങ്ങളെക്കുറിച്ച് അറിയില്ല അല്ലെങ്കിൽ ഈ ഗ്രഹങ്ങളെ അവഗണിക്കുന്നത്